ബിഗ് ബോസ് മലയാളം സീസൺ 7 25-ാം എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗംഭീരമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പതിവ് പോലെ ഉറക്കമുണർന്നു, പ്രശ്നങ്ങൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എഴുന്നേറ്റ് വരുന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ വഴക്കോടുകൂടിയാണ് പരിപാടി അങ്ങോട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നും പതിവ് തെറ്റിച്ചിട്ടില്ല. ഇന്നത്തെ അടിയും ബഹളവും ജിസൈലും അനുമോളും തമ്മിലായിരുന്നു. ജിസൈൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് അനുമോൾ വാദിക്കുന്നു. ജിസൈൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ മുൻപും പിൻപും നോക്കാതെ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് അനുമോൾ ജിസൈലിന്റെ ചുണ്ടിൽ ഒരു ഒരയ്ക്കുകയാണ്. കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം വൃത്തിയായും വെടിപ്പായിട്ടും ചെയ്യണ്ടേ? എല്ലാത്തിനും ഒരു തെളിവൊക്കെ വേണ്ടേ? അതുകൊണ്ട് തെളിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷേ അനുമോൾ പ്രതീക്ഷിച്ചില്ല, ഒരൊറ്റ തെള്ളാണ് ജിസൈൽ പിടിച്ച്. ഫിസിക്കൽ അസോൾട്ടിന്റെ വകുപ്പിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു തെള്ള് തന്നെയാണ് തെള്ളിയത്. പക്ഷേ അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വാദി പ്രതിയായി പോയി. കാരണം കൂടെ നിൽക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ആൾക്കാരുണ്ടെങ്കിൽ ആടിനെ പട്ടിയാക്കാൻ പറ്റിയ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അല്പം കഴിഞ്ഞപ്പോൾ ജിസൈൽ മാറിയിരുന്ന് കരയുകയാണ്. അതായത് ജിസൈലിനെ അനുമോളാണ് പിടിച്ചു തള്ളിയത്. ആ തള്ളിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു കരച്ചിലുമായിട്ട് ജിസൈൽ ഇരിക്കുന്നു. പിന്നീട് കാണുന്നത് അതിനേക്കാൾ നാടകീയമായ രംഗങ്ങളാണ്. നെവിൻ ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. അതായത് അനുമോളെ ഈ വീട്ടിൽ തുടരാൻ അനുവദിച്ചാൽ താൻ ഇനിയും ഇവിടെ നിൽക്കില്ല എന്നുള്ള ഒരു വലിയ ആക്ഷേപവുമായിട്ട് താൻ എഴുന്നേൽക്കുന്നു. ആദിലയും നൂറയും ആ സമയത്ത് കിട്ടിയൊരവസരത്തിൽ ഗോൾ അടിച്ചു. ആ ഒറ്റയടിയിൽ നെവിന്റെ ഗോൾ പോസ്റ്റ് തന്നെ കീറിപ്പോയി എന്ന് വേണം പറയാൻ. ഈഗോ അതിശക്തമായി കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ ഈഗോയെ തൃപ്തിപ്പെടുത്തുവാൻ അയാൾക്ക് അവിടുന്ന് പോയേ പറ്റൂ എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ ആദിലയും നൂറയും കൂടി കൊണ്ടെത്തിച്ചു. അങ്ങനെ ഗംഭീരമായ പല ട്വിസ്റ്റുകളും കൊണ്ട് നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്, എല്ലാം പറയാം. അതിനു മുൻപായിട്ട് ആദ്യമായി ഈ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. കാരണം ഒരു 85% ആൾക്കാരും വീഡിയോ കണ്ടുപോകുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ അത് ഛേദമില്ലാത്തൊരു ഉപകാരമായതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് തലേദിവസം രാത്രിയിൽ തുടങ്ങിയ പണികൾ പൂർത്തിയാക്കുവാൻ വേണ്ടി കിടന്ന് പരാക്രമം പിടിക്കുന്ന 7 അടിമകളെയാണ്. അതായത് അവിടുത്തെ സ്വേച്ഛാധിപതികളായി തിരഞ്ഞെടുക്കപ്പെട്ട തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും അടിമകൾ ഉണ്ടായിരുന്നല്ലോ. ഈ അടിമകൾക്ക് 7ന്റെ പണി കൊടുത്ത ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരുന്നതാണ്. അവിടെ അവരെ കാത്തിരുന്നത് മുട്ടം പണിയാണ്. രാവിലെ 8 മണിക്ക് വേക്കപ്പ് സോങ് കേൾക്കുന്ന സമയത്തും ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ആൾക്കാരും കുഴഞ്ഞു വീണ് കിടന്നുറങ്ങി. അപ്പോഴും ടാസ്ക് പൂർത്തിയാക്കുവാൻ കഴിയാതെ രന ഫാത്തിമ ഉൾപ്പെടെയുള്ള ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7ന്റെ പണിയുടെ സീസണിൽ ഇങ്ങനെയുള്ള ഷോക്ക് ട്രീറ്റ്മെന്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കൊടുക്കുന്നത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ്. കാരണം ഈ ആൾക്കാരൊക്കെ അത്ര പത്തരമാറ്റും തങ്കവുമാണ്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണെന്ന് ഇതിനോടകം പലയാവർത്തി തെളിയിക്കപ്പെട്ടവരായതുകൊണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായ ചില ആചാരങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത് എല്ലാം കൊണ്ടും ഉചിതമാണെന്നാണ് തോന്നുന്നത്. അതിനെ അങ്ങേയറ്റം പ്രൂവ് ചെയ്യുന്ന ചില ടോക്കുകളാണ് പിന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ആദില, നൂറ, രേണു സുധി, അനു, ശൈത്യ ഇവരെല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് ഒരു വലിയ കാര്യം സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആക്ടിവിറ്റി ഏരിയയിൽ 7 ആൾക്കാർ പണിയെടുക്കാൻ പോയിരിക്കുന്നത് വെറുതെ അല്ല. രാത്രി ഉറക്കമില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഏകദേശം 22,000 രൂപയുടെ ലക്ഷറി ഫുഡ് ബിഗ് ബോസ് അനുവദിച്ചിരുന്നു. ഇതെല്ലാം കൂടി തമ്പുരാനും തമ്പുരാട്ടിയും കൂടി അവരുടെ ബാഗിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ആ വീട്ടുകാർക്ക് എല്ലാം കൂടി കഴിക്കേണ്ട സാധനമാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് ആ സാധനം ഇവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടില്ല. അപ്പുറത്ത് പണിയെടുക്കുവാൻ വേണ്ടി പോയിരിക്കുന്ന ആൾക്കാർ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഈ സംഗതിയെക്കുറിച്ച് അറിയുന്നുമില്ല. തിന്ന് ഇനി തിന്നാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒടുവിൽ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക്, ഇവിടെ കൂടെയുള്ള ചില ആൾക്കാർക്ക് കൊടുക്കാതെ ഈ ഭക്ഷണം പലതും കൊണ്ടൊന്ന് വേസ്റ്റ് ആക്കി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്, നെവിനെ കുറിച്ചാണ് ഈ കംപ്ലൈന്റ് മുഴുവൻ പറയുന്നത്. ജിസേൽ അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷേ നെവിൻ ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കില്ല. അതും ചില ആൾക്കാർക്ക് ചിലത് മാത്രം കൊടുത്തു. എന്നാൽ ഏറ്റവും നല്ല ഫുഡുകളൊക്കെ അയാൾ മാത്രം ഒറ്റയ്ക്ക് കഴിക്കുകയും ബാലൻസ് വന്നതുപോലും ഇവർക്ക് കൊടുക്കാതെ ഇത് കൊണ്ട് കളഞ്ഞു എന്നൊക്കെയുള്ള കംപ്ലൈന്റ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദില പറയുന്നുണ്ട്, എവരി ഡോഗ് ഹാസ് എ ഡേ, നമുക്കും അവസരം വരും. എന്തായാലും അവസരം വരുന്ന സമയത്ത് കയറി അടിച്ചേക്കണം എന്ന് പറഞ്ഞു വെക്കുക. ആ അടിയൊക്കെ ഇന്നവിടെ കാണാനും കഴിഞ്ഞു. 8:25 ആകുമ്പോഴാണ് ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും 7 അടിമകളെ ബിഗ് ബോസ് സ്വതന്ത്രരാക്കി വീടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിയുമ്പോൾ പിന്നീട് കാണുന്ന കാഴ്ച, ജിസൈൽ തമ്പുരാട്ടിയോട് നെവിൻ തമ്പുരാൻ പോയി പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് ഫുൾ ടോർച്ചറിങ് മാത്രമായിരിക്കണം. എനിക്ക് ചില സമയത്തൊക്കെ മനസ്സലിവ് വരികയുള്ളൂ, പക്ഷേ ഞാൻ അത്ര പാവമൊന്നുമല്ല ആള്. ഇന്നലെ ജിസൈൽ ചില കളികൾ കളിച്ചു. ആ കളി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ആയിരിക്കണം ഇന്നത്തെയും കളി എന്നൊക്കെ പറഞ്ഞ് ജിസേലിനെ ചട്ടം കെട്ടുകയാണ് തമ്പുരാൻ. തുടർന്ന് രണ്ടാൾക്കാരും കൂടി വന്ന് വീട്ടുകാരോട് പറയുന്നുണ്ട്, ഇന്നു മുതൽ ഞങ്ങളെ എല്ലാ ആൾക്കാരും സർ എന്നും മാഡം എന്നുമായിരിക്കണം വിളിക്കേണ്ടത്. ഇത് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഷാനവാസ് എതിരെ വരികയാണ്. ഷാനവാസിനോടാണ് ആദ്യം ഈ അറ്റകൈ പ്രയോഗം നടത്താൻ വേണ്ടി തുടങ്ങുന്നത്. ഇന്നു മുതൽ ഞങ്ങളെ സർ എന്നും മാഡം എന്നും വിളിക്കണം. അപ്പോൾ അത് കേട്ടിട്ട് ഷാനവാസ്, പോയി പണി നോക്കടാ. തമ്പുരാന് അത് വല്ലാത്തൊരു ഷോക്കായി പോയി. തമ്പുരാൻ അന്നേരം പറയുകയാണ്, ഹി സെഡ്, പോയി പണി നോക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇന്ന് പണി നോക്കാം. തുടർന്ന് തമ്പുരാട്ടി അടുക്കളയിൽ നിന്നുകൊണ്ടൊരു ഓർഡർ ഇടുകയാണ് അനുമോളോട്. അനുമോളാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ട, നിങ്ങൾക്ക് മാത്രമുള്ളത് ഉണ്ടാക്കിയാൽ മതി. ഞങ്ങൾക്ക് ബർഗർ ഉണ്ട്. അതായത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്കും എൻ്റെ സിൽബന്തികൾക്കും കഴിക്കുവാൻ വേണ്ടി ബർഗർ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ലോക്കൽ ഭക്ഷണം മാത്രം ഉണ്ടാക്കി കഴിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അനുമോള്, നീ ആ ബർഗറിന്റെ പുറത്തങ്ങ് കിടക്ക്. ഉടനെ ജിസേൽ അതിന്റെ കൗണ്ടർ അടിക്കുകയാണ്. അവൾക്ക് ജലസാണ്, ഭയങ്കര അസൂയാണ് അവൾക്ക്. ആടി ജലസ് തന്നെയാണ്, ഉണ്ടെന്നങ്ങ് വിചാരിച്ചു. ഇവിടെ ആരും കാണാതെയും കേൾക്കാതെയും കിടക്കുന്ന സാധനമൊന്നുമല്ല ഈ ബർഗർ എന്ന് പറഞ്ഞാൽ. അയ്യോടി സോറി, നിനക്ക് വേണമെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഒരു ബർഗർ നിനക്ക് തരാം, പക്ഷെ നീ ചോദിക്കണം, ചോദിച്ചാൽ നിനക്ക് തരുമെന്ന് ജിസൈല്. ഉടനെ അനുമോള് ജിസൈലിനോട് പറയുകയാണ്, ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ലിപ്സ്റ്റിക്കും കൺമഷിയും ഒന്നും യൂസ് ചെയ്യരുതെന്ന്. പക്ഷെ നീ റെനയുടേത് എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ആഹാ, നീ കണ്ടോ? ആ കണ്ടു, കാണിച്ചു തരാം. ഇത് പറഞ്ഞ് അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നു. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ജിസേലിന്റെ ചുണ്ടിൽ ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഉരയ്ക്കുന്നുണ്ട്. ഉടനെ തന്നെ ജിസേൽ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഒട്ടും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ആക്രമണം തനിക്കെതിരെ ഉണ്ടാകുമെന്നുള്ളത്. ഉടൻ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം ജിസേലിന്റെ വെളിപ്പെടുകയാണ്. തനി നിറം വെളിപ്പെട്ടു വരുന്നു. ജിസേല് സർവ്വശക്തിയും എടുത്ത് അനുമോളെ ഒരൊറ്റ തെള്ളാണ്. ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഈ നടത്തിയിരിക്കുന്നത്. പക്ഷേ അനുമോൾക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ അവിടെ ആരുമില്ലാതെയായിപ്പോയി. അതിന്റെ കാരണം അനുമോൾക്കെതിരായിട്ടാണ് ആ വീട്ടിലെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്, ഒരു കാരണവശാലും ഒരിക്കലും ജിസേലിന്റെ അനുവാദം ഇല്ലാതെ ടിഷ്യൂ പേപ്പർ കൊണ്ട് അവരുടെ ചുണ്ടിൽ സ്പർശിച്ചു. അത് തെറ്റായിപ്പോയി. അതിനെതിരെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ജിസേലി പിടിച്ചു തള്ളിയതിന് അവിടെ ആരും സംസാരിക്കുന്നില്ല. ബിഗ് ബോസ് ആണ് പറയുന്നത് രണ്ടാൾക്കാരും ചെയ്തത് തെറ്റാണ് എന്ന്. പിന്നീട് കൺഫെഷൻ റൂമിലൊക്കെ ഈ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അവിടെ വെച്ച് ജിസേലിനെതിരായിട്ടും ബിഗ് ബോസ് സംസാരിക്കുന്നു, അനുമോൾക്കെതിരായിട്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷെ വീട്ടുകാർ മുഴുവൻ ജിസേലിന്റെ കൂടെയാണ്. അതിപ്പോൾ മാത്രമല്ല, മുൻപ് മുതലേ അങ്ങനെ തന്നെയാണ്. ജിസേല് ആ വീട്ടിലെ എല്ലാ ആണുങ്ങളുടെയും പ്രിയപ്പെട്ട ആളാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ജിസേല് കട്ടാലും പ്രശ്നമില്ല, മോഷ്ടിച്ചാലും പ്രശ്നമില്ല. ഇനി അവിടെ എന്തെല്ലാം തോന്നിവാസം ജിസേല് കാണിച്ചാലും ജിസേലിന് എതിരായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അതാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പ്രത്യേകത. കൂടെ നിൽക്കാൻ ആളുണ്ടെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ജിസേല് ഏത് കടുങ്കൈ ചെയ്യാനും മുതിരുകയും ചെയ്യും. അനുമോളെ ശരിക്കും കടന്നാക്രമിച്ചു കളഞ്ഞു. അനുമോളുടെ തൊട്ടു പിന്നിൽ ഒരാൾ നിന്നതുകൊണ്ട് അവരുടെ ദേഹത്ത് തട്ടി അവിടെ നിന്നു. ഇല്ലായിരുന്നുവെങ്കിൽ തലയടിച്ച് താഴെ വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ദൈവം കാത്തു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഭംഗി. പക്ഷെ അവിടെ മുതൽ ഭയങ്കര പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. ജിസേൽ ഒരു ഭാഗത്ത് കൂടി ആക്രമിക്കുന്നു, നിവിൻ മറ്റൊരു ഭാഗത്ത് കൂടി ആക്രമിക്കുന്നു. ഷാനവാസ് വന്നിട്ട് നീ കാണിച്ചത് തെറ്റാണെന്ന് പറയുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഗുണ്ടകളൊന്നും അവിടെ ഇല്ല. ഈ ബഹളം കേട്ടുകൊണ്ട് അവർ വരികയാണ്. അപ്പാനിയും അക്ബറും അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഗതി വേറെ ലെവലിലേക്ക് അങ്ങ് പോകും. ഇല്ലെങ്കിൽ അവരത് കൊണ്ടുപോകും. അവർ റെന ഫാത്തിമയുടെ അകമ്പടിയോടുകൂടി അടുക്കളക്കകത്തേക്ക് വരുന്നു. പിന്നെ കൂട്ടയടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. എല്ലാവരും കൂടി ഒരാളിനോട് ഈ സംസാരിക്കുമ്പോൾ ഇത് ആർക്ക് ചെവി കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അനുമോൾ ഇപ്പോൾ നിൽക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. അപ്പാനി ശരത്ത് ക്യാപ്റ്റനാണല്ലോ. ക്യാപ്റ്റൻ വന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനുമോളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നീ ഗുരുതരമായ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നീ അത് നോക്കിയാൽ മാത്രം മതിയായിരുന്നല്ലോ. നീ എന്തിനാണ് അവളുടെ ചുണ്ടിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് തൊടാൻ പോയത്? അതല്ലേ ഇവിടെ പ്രശ്നമായത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുവാൻ പാടില്ല അങ്ങനെ. അപ്പോൾ അനുമോള്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അടുക്കളക്കകത്ത് എന്നെ എല്ലാവരും കൂടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര പ്രാവശ്യമാണ് ഓരോ ആൾക്കാർ വന്ന് ഒളിഞ്ഞും തെളിഞ്ഞും എന്നെ ഇങ്ങനെ തട്ടുകയും മുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്? റെന ഫാത്തിമ ഇങ്ങോട്ട് കയറി വന്നാൽ ഉടൻ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തോള് കൊണ്ട് ഇടിച്ചുകൊണ്ടാണ് വരുന്നത്. ഷോൾഡർ ഇട്ടെന്നെ പല ആവർത്തി ഇടിക്കുന്നുണ്ട്. ഇത് നിങ്ങളാരും കാണുന്നില്ല. ഞാനിതിനെക്കുറിച്ച് കംപ്ലൈൻറ്റും പറയുന്നില്ല. അത് വളരെ കറക്റ്റാണ് കേട്ടോ. രണ അങ്ങോട്ട് കയറി ചെന്ന് ഒന്ന് ചൊറിയും, എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ അപ്പുറത്തത് പറയും. ആ സമയത്ത് അനുമോൾ മിണ്ടാതെ നിൽക്കും. എന്താ അനുമോളെ മിണ്ടാതെ നിൽക്കുന്നേ? എന്തുപറ്റി? അണ്ണാക്കിൽ പിരിവെട്ടിയോ എന്ന് പറഞ്ഞ് ഷോൾഡർ കൊണ്ടൊരു തള്ളും. ഇതൊക്കെ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ വരണ്ടേ? അപ്പൊ ഈ നീതി ന്യായവുമെല്ലാം ഒരിടത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ എളിയടം കണ്ടേ വാദം കോച്ചു എന്ന് പറയുന്നത് പോലെയാണ് അനുമോളെ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും തട്ടിക്കളിക്കാൻ പറ്റുന്നൊരു ടോയ് ആയിട്ടാണ് കരുതുന്നത്. ആർക്കും കയറി ഏത് സമയത്തും കൊട്ടാവുന്ന ഒരു ചെണ്ട.
അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളൊരു പരിപാടി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നുകിൽ അനുമോൾ പുറത്തു പോകണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആക്രമണകാരികൾ പുറത്തു പോകണം. അപ്പോൾ അനുമോളെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവുമായിട്ട് നമ്മുടെ തമ്പുരാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. തമ്പുരാൻ പറയുന്നു, ഇവൾ ഇവിടുന്ന് പോയേ പറ്റൂ, ഇവൾ ഇവിടെ നിൽക്കുവാൻ യാതൊരു തരത്തിലും ഡിസർവ് ചെയ്യുന്നില്ല, ഇവളെ ഇവിടുന്ന് പുറത്താക്കുന്നില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. പ്രശ്നങ്ങൾ വേറെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പ്രധാന റൗഡിയായിരിക്കുന്ന അക്ബർ വന്നിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. പക്ഷെ അക്ബർ ഇത് പറയുന്നത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ അനുമോള് മാത്രമേ ഉള്ളൂ. വേറെ ആരും ആ തോന്നിയാസം പറയരുത് എന്ന് പറയാൻ തയ്യാറാവില്ല. അയാൾ എന്താ പറയുന്നറിയാമോ? നീ കണ്ടവന്റെ കൂടെ പോയിട്ടല്ലേ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന്. എന്താണ് അയാൾ ഉദ്ദേശിച്ചത്? അനുമോള് ചോദിക്കുന്നുണ്ട്, ആരുടെ കൂടെ പോകുന്നതാ നീ കണ്ടതെന്ന്. അനുമോൾ ആയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ മുഖമടച്ച് അടി കൊടുത്തിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയനെ. അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത്, പബ്ലിക് പ്ലാറ്റ്ഫോമാണിത്, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നീ കണ്ടവന്റെ കൂടെ പോയിട്ട് വന്നിട്ടല്ലേ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അവന് തല്ലല്ലേ കൊടുക്കേണ്ടത്? ഇവൻ ഒരിക്കലും നന്നാവില്ല. അവനെ നന്നാക്കാൻ വേണ്ടി അവൻ്റെ അമ്മ വരെ വിളിച്ചു, എന്നിട്ടും അവൻ നന്നാവില്ല. കാരണം എന്താണ്? ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന വാക്ക് വീണ്ടും ഉപയോഗിക്കുകയാണ്. ഈ ജാത്യാലുള്ളത് തൂത്താൽ മാറില്ല എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരത്തിനകത്ത് ജനിച്ചു വീണവൻ, വൃത്തികേടുകൾ മാത്രം കണ്ടും കേട്ടും പറഞ്ഞും ശീലിച്ചും വളർന്നു വന്നവൻ, അങ്ങനെയുള്ള ഒരു പന്ന നാറിയെ ബിഗ് ബോസിനകത്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവന്റെ വായിൽ നിന്നും നല്ലത് വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇത്രയും ദിവസത്തിനുള്ളിൽ എന്തെല്ലാം നെറികേടുകൾ, എന്തെല്ലാം തോന്നിയാസങ്ങൾ അവൻ അതിനകത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇവൻ കഴിഞ്ഞ ദിവസം പോയി കൺഫെഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് ഒനിൽ തെറി പറഞ്ഞതിനെതിരെ സംസാരിച്ചിട്ട് അയാളെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ സത്യത്തിൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. ഇവൻ പറഞ്ഞ അത്രയും തെറി ഒനിൽ അവിടെ പറഞ്ഞിട്ടില്ല. ഒനിൽ സാബുവിനെ ന്യായീകരിക്കുകയോ നീതീകരിക്കുകയല്ല, അയാളെ വെള്ള പൂശുകയുമല്ല. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഈ തെറി പറയുകയും ഇത്തരത്തിലുള്ള അധപ്പതിച്ച അശ്ലീല വർത്തമാനങ്ങൾ പറയുകയും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, സ്ത്രീകളെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത പരമചെറ്റയാണ് അക്ബർ എന്ന് പറയുന്നവൻ. ഞാൻ ഇത്രയും തരം താഴ്ന്ന വാക്കുകൾ ഇതുവരെയും ഒറ്റ റിവ്യൂവിൽ പോലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇമാതിരി വർത്തമാനങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഇതിനെതിരെ നല്ല വാക്കുകൊണ്ട് പ്രതികരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. സോറി, അനുവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമാക്കി മാറ്റിയനെ. ഏറ്റവും കുറഞ്ഞത് കണ്ടവന്റെ കൂടെ പോയിട്ടല്ലേ നീ കണ്ടന്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നിന്റെ അമ്മയാടാ കണ്ടവന്റെ കൂടെ പോയി കണ്ടന്റ് ഉണ്ടാക്കിയത് എന്ന് ഏത് സ്ത്രീകൾ വേണമെങ്കിലും പറയും. പക്ഷേ അത് തിരിച്ചു പ്രതികരിക്കാതിരുന്നത് അനുമോളുടെ മാന്യതയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അല്ലെങ്കിൽ അനുമോൾ നൽകിയ ഔദാര്യമാണ്. ഇനി അഥവാ അങ്ങനെ ഒരു വാക്ക് അനുമോളുടെ വായിലൊന്ന് വീണിരുന്നെങ്കിൽ ഏത് രീതിയിലായിരുന്നേനെ ഇവനൊക്കെ അവരെ ട്രീറ്റ് ചെയ്യുക? തെമ്മാടിത്തരത്തിന് കയ്യും കാലും വെച്ച കുറെ ആൾക്കാരെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇമാതിരി തോന്നിവാസം പറയുന്ന ആൾക്കാരെ ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. വളരെ ഷെയിം, വളരെ ഷെയിം. തുടർന്ന് കാണുന്ന കാഴ്ച അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിൽ ജിസേൽ പോയിരുന്ന് കരയുന്നതാണ്. ജിസേലിന്റെ ചുണ്ടിൽ കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട് ഗൈസ്, കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ജിസൈലിന് വേണ്ടി ക്യാമറയുടെ മുമ്പിൽ പോയി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ താൻ ഉപയോഗിക്കുന്ന വാക്കും അങ്ങനെ തന്നെയാണ്. ബിഗ് ബോസ് രാവിലെ തന്നെ ഈ വീട്ടിൽ വഴക്ക് തുടങ്ങിയിരിക്കുകയാണ്. ജിസൈലിനെ അതിക്രൂരമായി ചുണ്ടിൽ അനുമോള് തേച്ചു. ഇവനൊക്കെ ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു? ഈ അപ്പാനി ശരത്ത് എന്നൊക്കെ പറയുന്നത് ഇവൻ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? ഇവനോടൊക്കെ അല്പമെങ്കിലും ഒരു താല്പര്യമുണ്ടായിരുന്ന ആൾക്കാർക്ക് അതുകൂടി ഇല്ലാതാകുന്ന പരിപാടിയാണ്. എന്തിനു വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്നും ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കേണ്ട ഒരു നീതി ന്യായവും ഒക്കെ ഉണ്ടെന്നും ഇതൊന്നും ഓർക്കാതെ അവരവരുടെയൊക്കെ നിലവാരത്തിനനുസരിച്ച് അവരങ്ങ് പ്രതികരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചക്കള്ളം ബിഗ് ബോസിന്റെ ക്യാമറയിൽ നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തമ്പുരാൻ വരുന്നുണ്ട്. നെവിൻ തമ്പുരാൻ വന്നിട്ട് പറയുകയാണ്, ബിഗ് ബോസ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ ഈ ഷോയിൽ നിന്നും പുറത്തു വിട്ടേ പറ്റൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷോ ക്വിറ്റ് ചെയ്യും. അനുമോള് ജിസൈലിന്റെ ചുണ്ടിൽ തൊട്ടു. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പാടില്ല. കാരണം മറ്റൊരാളുടെ ശരീരത്തിൽ നമുക്ക് അവരുടെ കൺസേൺ ഇല്ലാതെ ഒരിക്കലും കൈവെക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോൾ പറയുന്ന ക്രൂരമായിട്ട് ചുണ്ടിൽ മുറിവേൽപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. ജിസേൽ സംസാരിക്കുമ്പോൾ പറയുന്നത് കവിളിൽ പിടിച്ച് ഒരു കൈകൊണ്ട് ഞെക്കിയിട്ട് മറ്റേ കൈകൊണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച് ചുണ്ടിൽ ഒരച്ചു എന്നൊക്കെയാണ്. കൺഫെഷൻ റൂമിൽ ചെല്ലുമ്പോഴും ഇത് പറയുന്നുണ്ട്. ഈ സമയത്താണ് അനുമോള് പറയുന്നത് അത് തെളിയിക്കണം, ഇവിടെ റെക്കോർഡ് ഉണ്ടല്ലോ എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ തമ്പുരാൻ വന്നിട്ട് പറയുന്നൊരു കാര്യം, അവൾ ഈ ഷോയിൽ നിൽക്കുവാൻ യാതൊരു തരത്തിലും ഡിസേർവിങ് അല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പറയണം അവളെ ബിഗ് ബോസ് പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. അങ്ങനെ ബിഗ് ബോസ് അവളെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോയിൽ നിന്നും ഉറപ്പായിട്ടും പുറത്തു പോകും.
ഈ സമയത്ത് ജിസൈലിന്റെ കരച്ചിൽ കൂടുകയാണ്. ഈ കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് അടുക്കളയിലേക്ക് നോക്കുന്നുണ്ട്. അതായത് അടുക്കളയിൽ ജിസൈലിനെതിരായിട്ട് ഒരു സംസാരം നടക്കുന്നുണ്ട്. ആദില, നൂറ, ശൈത്യ, അനുമോൾ ഇവരെല്ലാവരും കൂടി ജിസൈലിന്റെ ഈ കരച്ചിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദേണ്ട്രി അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകുന്ന കണ്ടോ, അവൾ കരയാൻ തക്കവണ്ണം എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സംസാരമാണ്. ഇത് ജിസൈലിന് പിടികിട്ടി. തുടർന്ന് ജിസൈൽ ഈ അടുക്കളയിൽ നിൽക്കുന്ന എല്ലാവരോടുമായി പൊട്ടിത്തെറിക്കുകയാണ്. ആകപ്പാടെ ബഹളം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും നെവിൻ തമ്പുരാൻ വരികയാണ്. അയാൾ പറയുകയാണ്, നീ ഇത്രയും വലിയ തെണ്ടിത്തരം ചെയ്തിട്ട് ഇതിനകത്ത് തുടരാൻ പാടില്ല. ഇതിനകത്തൊന്നും നീ പുറത്തു പോയേ പറ്റൂ. നിന്നെ പുറത്താക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യും. ഇത് കേൾക്കുമ്പോഴേക്കും പതിയെ ആദിലയ്ക്കും നൂറയ്ക്കും കുരു പൊട്ടി തുടങ്ങുകയാണ്. നിനക്ക് അത്രയ്ക്ക് വാശിയാണെന്നുണ്ടെങ്കിൽ നീ അങ്ങ് പുറത്തു പോയി കാണിക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അവർ പ്രതിരോധിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവരുടെ മുൻപിലും നെവിൻ തന്റെ നിലപാട് കടുപ്പിക്കുകയാണ്. ഇവൾ ഇവിടെ തുടരുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവളാണ്. ഇവൾ ഒന്നുകിൽ ഇവിടുന്ന് ഇറങ്ങി പോകണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവളെ ബിഗ് ബോസ് പുറത്താക്കണം. ഇത് രണ്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇന്ന് ഈ ഷോയോട് വിട പറയാൻ പോവുകയാണ്. അയാളുടെ തീരുമാനം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്കെതിരെ അടിക്കുവാൻ വേണ്ടി കിട്ടിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വടിയാണ്. ഈ വടി ഉപയോഗിച്ച് അനുമോളെ അടിച്ചു പുറത്താക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു അവസരം വന്നു വീഴാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ജിസൈല്, അക്ബർ, അപ്പാനി, നെവിൻ, രണ ഫാത്തിമ, പിന്നെ ഇതുവരെ കൂടെ നിന്നു എന്ന് പറഞ്ഞിരുന്ന ഷാനവാസ്, അഭിലാഷ് ഇവരെല്ലാവരും ഇപ്പോൾ അനുവിനെതിരായിട്ടിരിക്കുകയാണ്. അനുവിനെ ആകെ കൂടി സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് 3 പേർ മാത്രമാണ്. അത് ആദിലയും നൂറയും പിന്നെ ശൈത്യയുമാണ്. ഇത് ബിഗ് ബോസിനെതിരായിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ്. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഒരാളുടെ പുറത്താക്കുകയും ഇല്ല അവർ പുറത്തു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോകും എന്നൊക്കെ കട്ടായം വാദിക്കുകയും ചെയ്യുമ്പോഴേക്കും ബിഗ് ബോസിനെ സമ്മർദ്ദത്തിലാക്കി ബിഗ് ബോസിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ നിസ്സഹായ അവസ്ഥയിലെത്തിക്കുക. അപ്പോൾ ബിഗ് ബോസ് അതിനകത്ത് ഇവർ പറയുന്നത് പോലൊരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ബിഗ് ബോസ് അനുമോളെ പാമ്പർ ചെയ്യുകയാണ്. ബിഗ് ബോസ് അനുമോളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോരോ പഴുതുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദേശം പുറത്തേക്ക് വിടാം. ഇതിനെ ബിഗ് ബോസ് വെച്ചു പൊറപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അത് വീട്ടിൽ സംസാരിക്കുക, അതിനകത്ത് പരിഹരിക്കുക. അതിനപ്പുറത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് പറയുക. അതിനപ്പുറത്ത് തീരുമാനങ്ങളൊന്നും എടുക്കുവാനുള്ള അധികാരം ഇവർക്കാർക്കും നൽകിയിട്ടില്ല. എത്ര വലിയ തമ്പുരാനാണെങ്കിലും തമ്പുരാട്ടിയാണെങ്കിലും നയപരമായ കാര്യങ്ങളിൽ കൈവെക്കുവാനും ആ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ബിഗ് ബോസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അങ്ങനെയുള്ള അധികാരങ്ങളൊന്നും ആർക്കും ഇല്ല. പക്ഷെ നെവിൻ ഇപ്പോൾ അതിനകത്തേക്കാണ് കയറി കൈകടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായൊരു സന്ദേശം നെവിൻ ലോകത്തിന് കൊടുക്കുകയാണ്. ബിഗ് ബോസ് അനുമോളുടെ സംരക്ഷകനാണ്. ബിഗ് ബോസിന്റെ മുൻപിൽ വെച്ച് അല്ലെങ്കിൽ ലോകം മുഴുവൻ കാണുകെ ഇത്രയും വലിയൊരു തെണ്ടിത്തരം എന്നാണ് അയാൾ പറയുന്നത്. ഇത്രയും വലിയൊരു തെണ്ടിത്തരം നീ കാണിച്ചിട്ടും നിന്നെ പിന്നെയും ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് നിന്നെ പാമ്പർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ഷോയിൽ തുടരുവാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ക്വിറ്റ് ചെയ്തു പോകും. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയല്ലേ? ബിഗ് ബോസിനെ സമ്മർദ്ദത്തിലാക്കുക, വിലപേശുക, ഒടുവിൽ ബിഗ് ബോസിന് മാനം രക്ഷിക്കുവാൻ വേണ്ടി ഇവന്റെ മുൻപിൽ മുട്ടുകുത്തേണ്ടി വരിക. അതൊരിക്കലും ബിഗ് ബോസ് അനുവദിക്കത്തില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ മേലുള്ള നടപടിയാണ് പിന്നെ അവിടെ വരുന്നത് കാണുന്നത്. ഈ ബഹളം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊരു പ്രശ്നം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഈ ആക്ടിവിറ്റി ഏരിയയിൽ കഴിഞ്ഞ രാത്രിയിൽ അധ്വാനിക്കുവാൻ വേണ്ടി കയറിപ്പോയ ആൾക്കാരുണ്ടല്ലോ, അവരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ നല്ല രീതിയിൽ അധ്വാനിച്ചു. പക്ഷേ അനീഷ് മാത്രം കാര്യമായിട്ടൊന്നും ചെയ്തില്ല. 5 കുപ്പി എടുത്തിട്ട് കറക്കി എറിഞ്ഞ് നേരെയാക്കി നിർത്തി. ഈ ഒരൊറ്റ പരിപാടി ചെയ്തിട്ട് അയാൾ പോയി കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. ബാക്കിയുള്ളവരെല്ലാം രാവിലെ 8:30 വരെയോളം കട്ടിയായിട്ടുള്ള ടാസ്ക് ചെയ്യുകയായിരുന്നു. ഒരു പോള കണ്ണടച്ചില്ല. അതുകൊണ്ട് അനീഷിന് നല്ല ഒന്നാന്തരം പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് തമ്പുരാനോടും തമ്പുരാട്ടിയോടും കംപ്ലൈന്റ് പറയുകയാണ്. തമ്പുരാട്ടിയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടിരിക്കുകയാണ്. തമ്പുരാട്ടിയുടെ മൈൻഡ് ഒട്ടും തന്നെ ഓക്കെ അല്ല ഈ ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം കേൾക്കാൻ വേണ്ടി പോകാൻ. പക്ഷേ തമ്പുരാൻ കൃത്യമായിട്ട് ഇതിനിടയിൽ അതും വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ആക്ഷനൊന്നും അവിടെ എടുക്കുന്നില്ല. കാര്യം എല്ലാവരുടെയും ഹൃദയം കലങ്ങിക്കിടക്കുകയാണ്. അടുത്തതായി കാണുന്നത് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസിന്റെ നിയമങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇത് വെറും ഒരു TV ഷോ ആണ് എന്നുള്ള ചിന്തയിൽ മര്യാദ കെട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. ആരുടെയും മേൽ കൈവെക്കാനുള്ള അനുവാദം ആർക്കും ബിഗ് ബോസ് നൽകിയിട്ടില്ല. പിന്നെ ഇതിനപ്പുറത്ത് നിങ്ങൾക്കൊരു ജീവിതമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ബിഗ് ബോസ് ആണ് ജീവിതം എന്നുള്ള ചിന്തയിൽ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വിലക്കിയിട്ട് അനുമോളെയും ജിസേലിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് അവരുടെ പ്രശ്നം ചർച്ച ചെയ്യുവാൻ വേണ്ടി. അവരവിടേക്ക് കയറിപ്പോകുന്ന സമയത്ത് ലിവിംഗ് ഏരിയയിൽ വലിയൊരു വാഗ്വാദം നടക്കുന്നുണ്ട്. ആദിലയും നൂറയും അവർ നിവിനോട് പറയുകയാണ്,
ബിഗ് ബോസ് ഇപ്പോൾ പണിഷ്മെന്റ് കൊടുക്കുന്നില്ല. അവൾ ഇവിടെ തുടരുകയാണെങ്കിൽ, അവൾ പുറത്തു പോകുന്നില്ലെങ്കിൽ നീ പുറത്തു പോകും അല്ലേ? ഷുവർ, ഞാൻ തീർച്ചയായിട്ടും പുറത്തു പോയിരിക്കും. ഇത് വാക്കാണല്ലോ. അതെ, വാക്കാണ്. എന്റെ വാക്കിന് യാതൊരു മാറ്റവുമില്ല. അവൾ ഒന്നുകിൽ പുറത്തു പോകണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഈ ഷോ വിട്ട് പുറത്തു പോയിരിക്കും. ഓക്കെ, നമുക്കതൊന്ന് കാണണം. ശരിക്കും ആദിലയും നൂറയും ഇവിടെ കൃത്യമായിട്ട് അവസരം മുതലാക്കുന്നുണ്ട്. മുമ്പൊരിക്കൽ ആദില പറഞ്ഞിരുന്നു, നമ്മുടെ കയ്യിൽ അടിക്കാൻ വടി കിട്ടിയാൽ അത് കൃത്യ അവസരം നോക്കി വെച്ചിരിക്കണം, ആ സമയത്ത് നമ്മൾ അടിച്ചിരിക്കണമെന്ന്. ആ അടിയാണ് ഇപ്പോൾ നെവിനിട്ട് കൊടുക്കുന്നത്. നീ പറഞ്ഞ വാക്കാണല്ലോ, ആ വാക്കിലൊന്നും മാറത്തില്ലല്ലോ. ഇങ്ങനെ ആവർത്തിച്ച് ഇത് പറഞ്ഞു നെവിനെ അതിനകത്ത് ഉറപ്പിക്കുകയാണ്. ഇതിൽ കൂടി ശരിക്കും നെവിനെ ട്രിഗർ ചെയ്യുകയാണ്. നെവിന്റെ ഈഗോ ഭയങ്കരമായിട്ട് കയറി കത്തുകയാണ്. അയാൾക്ക് പിന്നെ വാക്ക് മാറ്റാൻ പറ്റില്ല. ഇത്രയും പേരുടെ മുൻപിൽ ലോകം മുഴുവൻ കേൾക്കെ ഈ വലിയ വാചകം അടിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ക്ഷമ പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് നെവിനും അതിനകത്ത് ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി ആദിലയും നൂറയും അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് നല്ല ഒന്നാം തരം ഡോസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കൺഫെഷൻ റൂമിൽ വലിയ ബഹളം നടക്കുകയാണ് അനുമോളും ജിസൈലും തമ്മിൽ. ജിസൈൽ പൊട്ടിത്തെറിക്കുകയാണ് അനുമോൾക്കെതിരെ. എന്റെ കവിളിൽ പിടിച്ച് ഞെക്കി, എന്റെ ചുണ്ടിൽ ബലമായിട്ട് പിടിച്ച് അമർത്തി തൂത്തു. ഒരു കാരണവശാലും എനിക്കിത് അംഗീകരിച്ചു തരുവാൻ പറ്റില്ല, ഇതിനെതിരെ ആക്ഷൻ എടുത്തേ പറ്റൂ. അനുമോളുടെ വാദം ലാലേട്ടൻ പറഞ്ഞിട്ട് പോയതിനു ശേഷം ഞാൻ കാര്യമായിട്ട് ഇവളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ലാലേട്ടൻ അന്ന് അനുമോളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞായിരുന്നല്ലോ, CID തന്റെ ഡ്യൂട്ടി ഇനിയും ഭംഗിയായിട്ട് തുടരണം, ഇതുപോലെ തന്നെ മുൻപോട്ട് പോകണമെന്നൊക്കെ. അതാണ് അനുമോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ തുടച്ചതേ ഉള്ളൂ. അത് കേട്ടിട്ട് വീണ്ടും ജിസൈൽ പറയുന്നില്ല, എന്റെ കവിളിൽ കുത്തിപ്പിടിച്ചു, ബലമായിട്ട് എന്റെ ചുണ്ടിൽ അമർത്തി തേച്ചു. അപ്പോൾ ബിഗ് ബോസ്, ഞങ്ങൾ പലയാവർത്തി ആ വീഡിയോ ഫൂട്ടേജസ് പരിശോധിച്ചു. വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ രണ്ടാൾക്കാരും ഒരുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കുവാൻ ഇവിടെ ഒരു ബോർഡുണ്ട്. അവർ കൃത്യമായി ആ നടപടികൾ സ്വീകരിക്കും. ആ നടപടി എന്താണെന്ന് മോഹൻലാൽ വരുന്ന ദിവസം നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. പക്ഷെ വീണ്ടും രണ്ടുപേരും കൂടി കൺഫെഷൻ റൂമിൽ അടി അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ വെച്ച് അനുമോള് സോറി പറയുന്നുണ്ട്. സത്യം പറഞ്ഞ അനുമോള് കാണിച്ചത് ഭയങ്കര അബദ്ധമായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ അതിപ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ്. അനുമോളെ ശരിക്കും പിടിച്ചു തള്ളിയതാണ്. ആ തള്ളൽ, അതാണ് ശരിക്കുമുള്ള ഫിസിക്കൽ അസോൾട്ട്. പക്ഷേ അതിവിടെ ഹൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പകരം അനുമോള് ചെയ്തതാണ് ഏറ്റവും വലിയൊരു ഗുരുതരമായ തെറ്റായിട്ട് ജിസൈൽ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ അനുമോള് സോറി പറയുമ്പോൾ പറയുന്നുണ്ട്, നീ ഇവിടെ സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവിടെ പറയണമായിരുന്നു. നിന്റെ സോറി ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഞാൻ വേദനിച്ച് അവിടെ ഇരുന്നുകൊണ്ട് കരയുന്ന സമയത്ത് അവിടെ വെച്ച് സോറി പറയണമായിരുന്നു. അപ്പോൾ അനുമോള് പറയുകയാണ്, നീ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞത് വെറും ഡ്രാമയല്ലേ? കൊള്ളാം, നിനക്കിവിടെ എല്ലാ സമയത്തും കരഞ്ഞുകൊണ്ട് നടക്കാം, അത് ഡ്രാമയൊന്നുമല്ല. ഞാൻ ഒറ്റത്തവണ കരഞ്ഞതാണ് നിനക്ക് വലിയ പ്രശ്നമായി പോയതല്ലേ? ബിഗ് ബോസ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിന്റെ പേരിൽ ആക്ഷൻ എടുത്തേ പറ്റൂ. അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടുന്ന് പുറത്തു പോണോ? വേണമെങ്കിൽ പോയേക്കാം. അത് ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്, ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. അനുമോളെ പുറത്ത് കളയുക എന്നുള്ള മെജോറിറ്റിയുടെ ആവശ്യം അതവിടെ നിവർത്തിച്ചെടുക്കുവാൻ വേണ്ടി ജിസൈൽ ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. ഒടുവിൽ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടി ബിഗ് ബോസ് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. പുറത്തിറങ്ങി വന്നു, ലിവിംഗ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്തതായിട്ട് നെവിനെയാണ് ബിഗ് ബോസ് പൊക്കുന്നത്. ബിഗ് ബോസ് ചോദിക്കുകയാണ്, അല്പം മുമ്പ് നിങ്ങൾ ക്യാമറയുടെ മുൻപിൽ വന്നു പറഞ്ഞു നിങ്ങൾക്ക് പുറത്തു പോകണമെന്ന്. ഇവിടെ രാവിലെ നടന്ന വഴക്കും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ നെവിന്റെ മറുപടി, രാവിലെ ഇവിടെ നടന്ന പ്രശ്നങ്ങളാണ്. ബിഗ് ബോസിന് പോലും യാതൊരു ബഹുമാനവും നൽകാതെ ടിഷ്യൂ പേപ്പർ എടുത്ത് ജിസൈലിന്റെ മുഖത്തൊരയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. എനിക്കും ജിസൈലിനും വലിയൊരു അധികാരം നൽകിയിട്ടുണ്ട്. ഈ അധികാരത്തെ മാനിക്കാതെ അവൾ അവളുടെ തന്നിഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ബിഗ് ബോസ് ചോദിക്കുകയാണ്, നെവിൻ, ചോദ്യം മനസ്സിലായില്ലേ? രാവിലെ ജിസൈലും അനുമോളും തമ്മിൽ നടന്ന പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ വീണ്ടും നെവിൻ പറയുകയാണ്, അനുമോള് ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുകയും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുമോളെ പുറത്താക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അനുമോൾക്ക് ഇവിടെ എന്തും ചെയ്യാൻ പറ്റും, അനുമോൾ സംരക്ഷിക്കപ്പെടുകയാണ് എന്നുള്ള ഒരു ചിന്ത അനുമോളുടെ മനസ്സിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ ആ സമയത്ത് എൻ്റെ വൈകാരികതയിൽ പറഞ്ഞതാണ് എനിക്കിവിടുന്ന് പുറത്തു പോകണമെന്നുള്ളത്. അതെന്താണ് സാറേ ഇപ്പോൾ അങ്ങനെ പറയുന്നത്? ഞാൻ അപ്പോഴത്തെ എൻ്റെ വൈകാരികതയിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇപ്പോൾ പോകണ്ടെന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടല്ലേ? പക്ഷേ ബിഗ് ബോസ് വിടാനുള്ള ഭാവമില്ല. നിങ്ങൾ എന്താണ് രാവിലെ ക്യാമറയുടെ മുൻപിൽ വന്ന് പറഞ്ഞത്? അത് നിങ്ങൾ പറയുക. അപ്പോൾ നെവിൻ പറയുകയാണ്, ഞാൻ വന്ന് പറഞ്ഞ കാര്യം ഒന്നുകിൽ അനുമോളെ ഇവിടുന്ന് എവിക്റ്റ് ചെയ്ത് വിടണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഷോ തീരുന്ന സമയം വരെയോളം എല്ലാ ആഴ്ചയിലും അനുമോളെ നോമിനേഷനിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനൊരു പണിഷ്മെന്റ് അവർക്ക് കൊടുത്തേ പറ്റൂ.
സത്യത്തിൽ ഇത് ബിഗ് ബോസിനോട് പറയാൻ ഇയാൾ ആരാണെന്നുള്ളതാണ്. ഇയാൾക്ക് ഈ ഒരു ഷോയെക്കുറിച്ച് ഇതിന്റെ ഒരു ബേസിക് നിയമം പോലും ഇങ്ങർക്ക് അറിയില്ലേ? അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ഇന്നയാള് ഈ തരത്തിൽ നിയമങ്ങൾ ലംഘിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒരാൾ ഇവിടെ തുടരാൻ യോഗ്യതയുള്ള ഒരാളല്ല, ഇത് എന്റെ പരാതിയാണ്, ഈ പരാതിയുടെ മേൽ ബിഗ് ബോസ് തീരുമാനമെടുക്കണം, ഇത് പരിഗണിക്കണം, ഇത് നിങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള റൈറ്റ് ഉണ്ട്. അതിനപ്പുറത്ത് എല്ലാ ആഴ്ചയിലും അവരെ നോമിനേഷനിൽ ഇടണമെന്നും ഇല്ല എങ്കിൽ ഇപ്പോൾ അവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നുമൊക്കെ പറയുവാൻ ഇയാൾ ആരാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾ എന്തിനാണ് ഈ മൈക്കും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്? മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ബിഗ് ബോസിനെ കൂടെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പവൻ കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ വളർന്നാൽ അത് വെട്ടിക്കളഞ്ഞേ പറ്റൂ, അത് എത്ര കൊമ്പനാണെങ്കിലും. ഇനിയിപ്പോൾ അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ട് ഇയാൾക്ക് വിധേയനായി ബിഗ് ബോസ് പ്രവർത്തിച്ചു എന്നുള്ള ഒരു സന്ദേശം പുറം ലോകത്തിന്റെ മുൻപിലേക്ക് പോകും. അത് ഒഴിവാക്കുവാൻ വേണ്ടി ബിഗ് ബോസ് പറയുകയാണ്, അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാതിൽ പുറത്ത് തുറന്നു കിടപ്പുണ്ട്, നിങ്ങൾക്ക് പുറത്തു പോകാം. ബിഗ് ബോസിന്റെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ആദിലയും നൂറയും കൂടി ശക്തമായി കൈയടിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. നൂറ അതിരൂക്ഷമായ രീതിയിലാണ് നെവിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, യു ഹാവ് ടു ഗോ, യു ഹാവ് ടു ഗോ. സത്യത്തിൽ നെവിൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇരുട്ടടി പോലൊരു സംഭവം നെവിന്റെ മേൽ വന്ന് വീഴുമെന്ന്. നെവിൻ മാത്രമല്ല, എല്ലാ ആൾക്കാരും ഞെട്ടി. കൂട്ടത്തിൽ ജിസേലിന്റെ ചങ്കു പൊട്ടിപ്പോയി. ലാലേട്ടനോട് പറഞ്ഞതുപോലെ രണ്ടാമത്തെ ചങ്കുപൊട്ടലാണ് ഇപ്പോൾ ഈ രാവിലെ ഈ സമയത്ത് നടന്നിരിക്കുന്നത്. കാരണം ഒരിക്കലും ജിസേൽ പ്രതീക്ഷിച്ചില്ല തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് ഇങ്ങനൊരു ദുർഗതിയെ നേരിടേണ്ടി വരുമെന്ന്. ഇവിടെ ഒരച്ചുകൊടുത്ത മുഴുവൻ ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? ഈ സമ്മർദ്ദത്തിന്റെ മുമ്പിൽ ബിഗ് ബോസ് കോംപ്രമൈസിന് തയ്യാറാകും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമ്മർദ്ദത്തിന്റെ മുൻപിൽ ബിഗ് ബോസ് അനുമോളെ പുറത്തു വിടുവാൻ തയ്യാറാകും. ഇതൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ ബിഗ് ബോസ് അതിന് പുല്ലുവിലയാണ് കൊടുത്തത്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണവും അതിന്റെ മേൽ കൃത്യമായിട്ടുള്ള ഒരു നടപടിയുമാണ് ബിഗ് ബോസ് കൈക്കൊണ്ടിരിക്കുന്നത്. ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം, അതിനെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുവാൻ വേണ്ടി അവിടെ ഒരു ബോർഡുണ്ട്. അവരതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യും. അത് ലാലേട്ടൻ പറയുകയും ചെയ്യും. ഇത്രയും പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. പിന്നെ എന്താണ് ഇയാളുടെ പ്രശ്നം? ജിസേലാണ് ഇത്തരത്തിലുള്ള ഒരു ന്യായവുമായിട്ട് നിൽക്കുന്നതെങ്കിൽ പണ്ട് ഡോക്ടർ റോബിനെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോകുമെന്ന് പറഞ്ഞ് റിയാസ് ഘോരഘോരം വാദിച്ച് ഒടുവിൽ തന്റെ ആവശ്യം നടപ്പാക്കിയെടുത്തതുപോലെ ജിസൈൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫിസിക്കൽ അസോൾട്ട് ആണ് എന്ന് പറഞ്ഞ് വാദിക്കാം. അതിന്റെ മേൽ ബിഗ് ബോസിന് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. എന്നാൽ തന്നെ നേരിട്ട് ബാധിക്കാത്ത ഒരു പ്രശ്നം, തന്നെ നേരിട്ട് ഏത് രീതിയിലാണ് ഇത് ബാധിക്കുന്നത്? ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിനോടുള്ള ബന്ധത്തിൽ കണ്ടാൽ മാത്രം മതി. അതിനപ്പുറത്ത് ഒരു തരത്തിലും തന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നത്തിനകത്ത് ഇങ്ങനെ ഒരു മൂന്നാമതൊരാൾ കയറി തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ പുറത്തു പോകാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാമെന്ന്. ശരിക്കും നെവിൻ വെട്ടിലായി. ഈ ഒരു സ്പേസിൽ ആദിലയും നൂറയും കത്തിക്കേറുകയാണ്. നീ പുറത്തു പോയേ പറ്റൂ, നിന്റെ വാക്കല്ലേ, നീ ഉറച്ചു നിൽക്കുകയല്ലേ, നീ പുറത്തു പോകണം. ഇനിയിപ്പോൾ അതിനകത്തൊരു പുനർവിചിന്തനത്തിനൊന്നും ഒരവസരവും ഇല്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാൾക്കാരും കൂടി ഇവന്റെ പുറകിൽ നടക്കുകയാണ്. അവസാനം വല്ലാതെ പ്രൊവോക്കായിട്ട് പുള്ളി പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണ്, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇവന്റെ ഷോ ഓഫ് കണ്ടിട്ട് അവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. കമ്മ്യൂണിറ്റിയുടെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, അതൊക്കെ പറയേണ്ട സ്ഥലത്ത് ഞങ്ങൾ പറഞ്ഞോളാം, തൽക്കാലം നീ പോകാൻ നോക്ക്. ഇത് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇവരെ ഓടിക്കുകയാണ്. ഒടുവിൽ ഇയാൾ എല്ലാവരും പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചിട്ടും എല്ലാവരെയും മറികടന്ന് ബിഗ് ബോസ് വീടിന്റെ ആ വലിയ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സത്യത്തിൽ ഇതൊരു ഗെയിം ഷോയാണ്. ഇത്രയും വൈകാരികമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നതൊക്കെ വ്യക്തിപരമായിട്ടാണ്. ഇവൻ പറഞ്ഞിട്ട് പോകുന്നത്, ഞാൻ ബിഗ് സീറോ ആയിട്ടാണ് ഇവിടേക്ക് വന്നത്, ആ ബിഗ് സീറോ ആയിട്ട് തന്നെ പുറത്തേക്ക് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴിതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോഴാണ്. ഇങ്ങനെയുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളൊക്കെ ജീവിതത്തിൽ വന്നിട്ടും അത് തട്ടിക്കളഞ്ഞിട്ട് പോയല്ലോ എന്നുള്ളതിന്റെ ആ വേദന. ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, മറ്റൊരാളിന് വേണ്ടിയാണ് വാദിക്കാൻ വേണ്ടി പോകുന്നത്. ജിസേലിന്റെ പണി നോക്കി പോകും 3 മാസം കഴിയുമ്പോൾ. ഈ ഒരച്ച് കലക്കി തന്ന ആൾക്കാർ അവരും അവരുടെ വഴിക്ക് പോകും. ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ കുടിച്ചത് എന്നോർത്ത് വേദനപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വൈകാരിക തള്ളിച്ചയിൽ പെട്ടെന്ന് കയറി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നത്. എന്തായാലും പറഞ്ഞുപോയി, അവസാനം ഇയാൾക്ക് തിരുത്താൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പുറത്തു പോകേണ്ട സാഹചര്യം വരുന്നു. അങ്ങനെ അയാൾ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു, പുറത്തേക്ക് ഓടി ഇറങ്ങി പോവുകയാണ്. തുടർന്ന് കാണുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ചങ്കുപൊട്ടി കരയുന്ന ജിസേലിനെ കാണുന്നു. ഇതിനിടയ്ക്ക് അഭിലാഷ് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്ന കാഴ്ച കാണുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും താങ്ങാൻ പറ്റാത്തൊരു വലിയ വേർപാടായി പോയി നെവിന്റെ വിടപറച്ചിൽ എന്ന് തോന്നുകയാണ്. അനുമോൾ ഉൾപ്പെടെ ഒരു ഭാഗത്തിരുന്ന് കരയുകയാണ്. അനുമോൾ ശരിക്കും വരണ്ടുപോയി കേട്ടോ.
പേടിച്ചിട്ടാണ് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരയുന്നത്. ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും കൂടി എന്നെ കടന്നാക്രമിക്കും, ഈ ഭയത്തിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ആദിലയും നൂറയും അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇത്രയും നാളും ഒരു ഷെല്ലിനകത്ത് കഴിഞ്ഞ ആൾക്കാരായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നെവിൻ്റെ ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ മുമ്പിൽ ആ ഷെല്ല് പൊട്ടിച്ചവർ പുറത്തു വന്നിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ തന്നെയാണ് ഇവർ ഇനിയും തുടർന്ന് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പല ആൾക്കാരുടെയും നടുവൊടിയും. അതേ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അതിനകത്ത് സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്നത്. എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചു. തുടർന്ന് കാണുന്നത് വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഈ പാറിപ്പറക്കുന്ന പൂമ്പാറ്റയെ പോലെ ആദിലെ അങ്ങനെ ചാടി കളിച്ച് അനുമോളുടെ അടുക്കലേക്ക് വരുന്നൊരു വരവുണ്ട്. അതൊന്നും കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായടി എന്ന് ചോദിക്കുമ്പോൾ പോയടി പോയോടി, അതെടി പോയടി, അയ്യോ ഞാൻ കാരണമല്ലേ അവൻ പുറത്തു പോയിരിക്കുന്നത്, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു തരത്തിലും വിഷമിക്കണ്ട. എടി ഇനി ഇവരെല്ലാവരും കൂടി എന്നെ കൊല്ലത്തില്ലയോ, എന്റെ മെക്കിട്ട് കയറത്തില്ലയോ, അതിനെ സംബന്ധിച്ച് ഒരുത്തനെങ്കിലും നിന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചിരിക്കും എന്നുള്ള സ്ട്രോങ് നിലപാടുമായിട്ട് അനുമോളുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുകയാണ് ആദില. സത്യം പറയാമല്ലോ, പക്ഷം പിടിച്ചൊന്നും സംസാരിക്കുകയല്ല. ആ നിലപാട് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നൊന്ന് സല്യൂട്ട് അടിക്കണമെന്ന് തോന്നി. അത്ര ബഹുമാനം തോന്നി ആ പെൺകുട്ടിയോട് ആ സമയത്ത്. ഒരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യുക, നിരന്തരമായി പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അതൊരു ഗെയിം സ്ട്രാറ്റജി ആക്കി മാറ്റുക. കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അനുമോള് മാത്രമേ ഉള്ളൂ. അനുമോളുടെ പിറകിന് നടന്ന് ചൊറിയാം. ആരാടെ ഇത്രയുമൊക്കെ ക്ഷമിച്ചു നിൽക്കുന്നത്? നിരന്തരമായിട്ടുള്ള വേട്ടയാടലാണ്, ഒറ്റപ്പെടുത്തുകയാണ്. ഈ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജിയൊക്കെ പലപ്പോഴും തിരിച്ചടിയായി മാറുന്നത് കണ്ടും കേട്ടും മനസ്സിലാക്കി ഇതിനകത്തേക്ക് കയറി വന്ന ആൾക്കാരാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവരങ്ങനെയാണ്. അവരുടെയൊക്കെ മനസ്സിലെ ധാരണ അനുമോൾക്ക് ഭയങ്കര ഹേറ്റാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ മുഴുവനും അനുമോൾക്കെതിരാണ്. അങ്ങനെ ഒരു സൂചന എവിടുന്നോ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അനുമോളെ ഒരു ചെണ്ടയാക്കി കൊട്ടാൻ തയ്യാറായി കഴിഞ്ഞാൽ ലോകം മുഴുവൻ തങ്ങൾ കോട്ട് ചെയ്യും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ അടിയും ബഹളവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗെയിം ഷോയാണ്. ഈ ഷോയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരും ആ ഷോയുടെ മുൻപോട്ടുള്ള ഗതിക്കനുസരിച്ച് വീഴ്ചകൾ വരുത്തും, തെറ്റുകൾ സംഭവിക്കും, തെറ്റായ സംസാരങ്ങൾ വരും, തെറ്റായിട്ടുള്ള പ്രവർത്തികൾ വരും. ഇതിനെ മുഴുവൻ കൃത്യമായി മോണിറ്റർ ചെയ്യുവാനും നടപടികൾ എടുക്കുവാനും ബിഗ് ബോസ് അവിടെയുണ്ട്. അതിൽ ഒരു കണ്ടസ്റ്റന്റും കൈകടത്തേണ്ട ആവശ്യമില്ല. ഈ ഷോയിൽ ആരാണ് 100% പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ? എല്ലാ ആൾക്കാരും പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോള് പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ നെവിൻ പെർഫെക്റ്റ് ആണെന്നോ ജിസൈല് പെർഫെക്റ്റ് ആണെന്നോ ആർക്കാണ് പറയാൻ പറ്റുക? എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള വീഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ആളിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഈ സമൂഹത്തിലെ ഒരു കൂട്ടം ആൾക്കാരുടെ കടമയാണ്. സത്യത്തിൽ അനീഷിന് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കൂട്ടം ആൾക്കാരുടെ സപ്പോർട്ട് ലഭിച്ചത്? അയാളെ ഇവർ വളഞ്ഞിട്ട് ആക്രമിച്ചത് കൊണ്ടല്ലേ? അങ്ങനെ ആക്രമിക്കപ്പെട്ട ഒരാളിനൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഈ സമൂഹം വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴെന്ത് സംഭവിച്ചു? അനീഷ് സ്റ്റാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് അനുമോളുടെയും സ്ഥിതി. അനുമോളെ പ്രൊട്ടക്ട് ചെയ്യുവാനും ഇപ്പോൾ സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാർ എഴുന്നേറ്റ് വന്നു തുടങ്ങി. ഇന്നലെ വരെ അനുമോൾക്ക് വിരോധമായി സംസാരിച്ചു കൊണ്ടിരുന്ന പല ആൾക്കാരും അവരുടെ കമന്റുകൾ തിരുത്തുവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവർ മാത്രമാണ് അവിടുത്തെ കോണ്ടന്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അനുമോളെ വിട്ടൊരു കളി ഇപ്പോൾ ആർക്കും ഇല്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അനുമോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കും ഒരു കണ്ടന്റും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ലൈവിലേക്കൊക്കെ നോക്കൂ. ലൈവിലൊക്കെ ഗ്രൂപ്പ് കളിയുടെ അങ്ങേയറ്റമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഗ്രൂപ്പ് ചർച്ചകളിൽ 99% ചർച്ച ചെയ്യുന്നത് അനുമോളെ കുറിച്ച് മാത്രമാണ്. അക്ബർ, അപ്പാനി, രണ ഫാത്തിമ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അനുമോളെ കുറിച്ച് മാത്രം വളരെ മോശമായിട്ടുള്ള ഓരോ സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിനകത്തൊന്നും അവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? അനുമോളെ ചൊറിയുവാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അനുമോളല്ലേ അവിടെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇവരാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കണ്ടന്റിന് വേണ്ടിയുള്ള ഒരു ടൂളാക്കി ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അനുമോളയല്ലേ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും. അതിലെങ്ങനെയാ തെറ്റു പറയാൻ കഴിയുക? അനുമോള് ശരിക്കും ഭയന്ന് നിൽക്കുകയാണ്. അനുമോളുടെ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തനിക്കെതിരായിട്ടായിരിക്കും ഇനി എല്ലാ ആൾക്കാരുടെയും നീക്കമെന്നാണ്. ആദില വീണ്ടും വീണ്ടും സമാധാനിപ്പിക്കുന്നുണ്ട്. നീ കാരണമല്ല അവൻ പുറത്തു പോയത്, ആദിലയും നൂറയും കാരണമാണ് പുറത്തു പോയത്. ആരെങ്കിലും സംസാരിക്കാൻ വരട്ടെ, ഞങ്ങൾ മറുപടി പറഞ്ഞോളാം. തുടർന്ന് വരുന്നവർക്കെതിരെ എല്ലാം ആദിലയും നൂറയും കൂടി അതിശക്തമായ നീക്കം നടത്തുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പാനി വരുന്നുണ്ട്. ആ പൊട്ടൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അവനെ പ്രൊവോക്ക് ചെയ്തത് കൊണ്ടല്ലേ അവൻ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന്. അപ്പൊ ഇവരാരും ആരെയും പ്രൊവോക്ക് ചെയ്യാത്തവരാണ് കേട്ടോ. വളരെ സമാധാനപരമായി സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി മാത്രം സഹമത്സരാർത്ഥിയെ കാണുകയും തഴുകി തലോടി വിടുകയും ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യവാളനാണ് അപ്പാനി ശരത്ത്. അദ്ദേഹമാണ് ഇപ്പോൾ വന്നു പറയുന്നത്, ഇതുപോലെ തന്നെ അങ്ങ് പോയാൽ പോരെ, നിങ്ങൾ എന്തിനാണ് അയാളെ പ്രൊവോക്ക് ചെയ്യാൻ പോയത്? ഈ പൊട്ടന് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ.
തിരിച്ച് നൂറ 4 വർത്തമാനം അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും കുനിഞ്ഞു നിൽക്കുകയാണ്. ഉടനെ അടുത്ത പൊട്ടൻ വരുന്നുണ്ട്, അക്ബർ. അയാൾ വന്ന് ഇവർക്കെതിരെ ചൂടാവുകയാണ്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഈ 2 ഫേസ് കാണിക്കരുത്, ഒരേ മുഖത്തോടു കൂടി നിൽക്കണം, ജെന്യൂനായിട്ട് നിൽക്കണം. അപ്പോൾ അക്ബർ, ഇവിടെ ആർക്കാണ് 2 ഫേസ് ഇല്ലാത്തത്? ഈ വീട്ടിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും 2 ഫേസ് ഉണ്ട്. എന്തായാലും ഈ മഹാനായ അക്ബർ അത് സമ്മതിച്ചത് വലിയ കാര്യമായി. ഈ വീട്ടിൽ നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും 2 മുഖമുണ്ട്. അതെ, അത് പുറത്തു വരണമായിരുന്നു. യഥാർത്ഥ വ്യക്തിത്വം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ തിരുവായിൽ നിന്നും അതൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിപ്പോൾ വീണു, ரொம்ப സന്തോഷമായിരിക്കണം. തുടർന്ന് 2 ആളും കൂടി പതുക്കെ അവിടുന്ന് അങ്ങ് സ്കൂട്ടാവുകയാണ്. പോകുന്ന വഴിക്ക് നടി എവിടെ, നടി 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 കാരണമാണ് ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായത്. നടിയെന്ന് പറഞ്ഞു പിന്നെ നടിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ തിരക്കി നടക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അപ്പോൾ നെവിൻ പോയ സ്ഥാനത്ത് അനുമോൾ പോകണമായിരുന്നു. അനുമോളായിരുന്നു അവിടുന്ന് പുറത്തു പോകുന്നതെങ്കിൽ ഇന്ന് നെവിന് വേണ്ടി അവിടെ വലിയ പൂജയും പ്രാർത്ഥനയും ഒക്കെ അവർ നടത്തിയനെ. കാരണം ഇത്രയും മഹത്തായ ഒരു കർമ്മം ചെയ്ത നീ മഹാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അയാളെ വാഴ്ത്തിപ്പാടുമായിരുന്നു. പക്ഷേ തിരിച്ചു സംഭവിച്ചതുകൊണ്ട് അനുമോളാണ് അവിടുത്തെ ഏറ്റവും വലിയ പാപിനിയായ സ്ത്രീ. അതുകൊണ്ട് അവരെ ആക്രമിക്കുവാൻ വേണ്ടി വീട് മുഴുവൻ ചുറ്റി നടക്കുകയാണ്. എവിടെ നടി? അടുത്തതായിട്ട് കാണുന്നത് ആദിലയും നൂറയും പറയുന്ന വേറെ ചില വാക്കുകളാണ്. അവർ പറയുന്നത്, അവൻ പോയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു വാശിയുണ്ടായിരുന്നു, അതാണിപ്പോൾ സംഭവിച്ചത്. എന്താണ് അതിന്റെ കാരണം എന്ന് ഷാനവാസ് ചോദിക്കുമ്പോൾ പറയുകയാണ്, അമ്മാതിരി കളികളാണ് അവൻ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത്. എപ്പിസോഡിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും. ഷാനവാസിനോട് അവർ പറയുന്നുണ്ട്, ആദിലയും നൂറയും അവർ ലെസ്ബിയൻ കപ്പിളാണ്, ഇവരെ പിരിക്കുക എന്നുള്ളതായിരുന്നു നെവിന്റെ ലക്ഷ്യം. അത് അവരുടെ മുഖത്ത് നോക്കി അയാൾ പറയുകയും ചെയ്തു. അതുമാത്രവുമല്ല, 2 ആൾക്കാർ ഒരുമിച്ച് നടക്കുന്നത് കാണുന്നതിൽ ഭയങ്കര ചൊറിച്ചിലാണ്, വല്ലാത്ത കടിയാണത്രേ നെവിന്. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ പിരിക്കും. ഈ അടുത്ത സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും വളരെ സന്തോഷമായി ജീവിച്ചു പോകുന്നവരാണ്. അവരുടെ കുടുംബജീവിതം ഞാൻ കലക്കി. എവിടെ 2 പേർ ഫ്രണ്ട്ഷിപ്പായി പോകുമോ അതിനിടയിൽ ഞാൻ നുഴഞ്ഞു കയറുകയും അവരെ 2 പേരെയും തെറ്റിക്കുകയും ചെയ്യും. എനിക്ക് അതിനകത്തൊരു പ്രത്യേക ടാലൻ്റ് ഉണ്ട്, ഞാൻ അതിലാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ കുടുംബം കലക്കി എന്ന് പറയുന്ന പേര് അത് കൃത്യമായിട്ട് നെവിന് ഒത്തുവരുന്നതാണ്. ആളൊരു നല്ല എൻ്റർടൈനറൊക്കെയാണ്, നല്ല കോമഡികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നേരം പോക്കിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൂളൊക്കെയാണ്. പക്ഷേ ഉള്ളിൽ മുഴുവൻ വിഷമാണ് എന്നുള്ളത് അയാൾ തെളിയിക്കുകയാണ്. അയാൾ പറഞ്ഞത് ആദിലയെയും നൂറയെയും ഈ വീട്ടിൽ വെച്ച് തെറ്റിക്കും, 2 ആക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായി പല ആൾക്കാരിലും അയാൾ പരീക്ഷിച്ച് വിജയിച്ച ആ ഒരു തന്ത്രം ഇനി വെളിപ്പെടുവാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിലാണ്. ഇവിടെയും അത് വിജയിക്കുമത്രേ. ഇത് കേട്ട സമയം മുതൽ ഇവനെ ഉന്നി വെച്ചതാണ് ഇവർ 2 പേരും കൂടി. ഇന്ന് അവനെ അടിച്ച് പുറത്ത് കളയുവാൻ പറ്റിയതിലുള്ള സന്തോഷത്തിലാണ് അവരായിരിക്കുന്നത്. പക്ഷേ നെവിൻ പുറത്തു പോയി 1-2 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കേട്ട മറ്റൊരു വാർത്തയുണ്ട്. നെവിൻ പുറത്തു പോയിട്ടില്ല, ബിഗ് ബോസ് വീട്ടിൽ തന്നെയുണ്ട്. അയാൾ അടുത്ത ദിവസം വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറും. അങ്ങനെ തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒത്തിരി ചോദ്യങ്ങൾക്കും കോലാഹലങ്ങൾക്കും വഴി തെളിയിക്കും. ബിഗ് ബോസ് തന്നെയാണ് അയാളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തോട് വളരെ കൃത്യമായിട്ട് അയാൾ അയാളുടെ നിലപാട് പറയുകയും പ്രതികരിക്കുകയും ചെയ്തു. അതെ, അവളെ പുറത്താക്കുന്നില്ലെങ്കിൽ ഞാൻ ഷോ ക്വിറ്റ് ചെയ്യും, പുറത്തു പോകുമെന്ന്. അങ്ങനെയെങ്കിൽ വാതിൽ തുറന്നു കിടക്കുകയാണ്, പുറത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവനെ പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ പുറത്തു പോയവൻ അടുത്ത ദിവസം ഷോയ്ക്കകത്തേക്ക് വീണ്ടും മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആൾക്കാർ ചോദിക്കും ഈ ഷോയുടെ ക്രെഡിബിലിറ്റി എന്താണ് എന്നുള്ളത്. കാരണം ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞ തീരുമാനത്തിന് നേരെ ഓപ്പോസിറ്റാണ്. മനഃപൂർവ്വം ഒരാൾ ഷോ ക്വിറ്റ് ചെയ്തു പോകുന്നവനെ വീണ്ടും അതിനകത്തേക്ക് കയറ്റി വിടുക എന്ന് പറയുന്നത്. അത്തരം നടപടിക്രമങ്ങൾ കാണുമ്പോഴാണ് ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആണ് എന്ന് നാട്ടുകാർ കാലങ്ങളായി പറയുന്ന കംപ്ലൈന്റ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും നാളത്തെ ലൈവിൽ അറിയാം ഇയാൾ തിരിച്ചു കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അതിനുശേഷം അതേക്കുറിച്ചുള്ള അഭിപ്രായവുമായി വരാം. അടുത്തതായി കാണുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഒരു കൂട്ടം ആൾക്കാർ ക്യാമറയുടെ മുമ്പിൽ പോയി ഒരു ഭീമ ഹർജി സമർപ്പിക്കുന്നതാണ്. വലിയ മെമ്മോറാണ്ടോ ഒക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബിഗ് ബോസിനോട് എല്ലാവരും കൂടി പറയുകയാണ്, ബിഗ് ബോസ് ഒരവസരം കൂടി അവന് കൊടുക്ക്. അവൻ ആ വികാര തള്ളിച്ചയിൽ പറഞ്ഞു പോയതാണ്. ഈ ഷോയിൽ നിന്നും ഒരാൾ പോലും ഇങ്ങനെ പോകുന്നതിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ആൾക്കാർ തന്നെയല്ലേ പറഞ്ഞത് ഇതിനകത്തുനിന്ന് ഇപ്പോൾ അനുമോളെ പുറത്താക്കണമെന്ന്. അങ്ങനെ അനുമോളെ പുറത്താക്കണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് പറയുന്നത് ഈ ഷോയിൽ നിന്നും ഇങ്ങനെ ഒരാൾ പുറത്തു പോകുന്നതിൽ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, അവനെ മടക്കി കൊണ്ടുവരണം, ഒരവസരം കൂടി കൊടുക്കണമെന്ന്. ഇത് ഇരട്ടത്താപ്പല്ലേ? അനുമോളായിരുന്നു ഇങ്ങനെ പോയിരുന്നതെങ്കിൽ ഇവരാരെങ്കിലും ക്യാമറയുടെ മുമ്പിൽ പോയി പറയുമായിരുന്നോ ബിഗ് ബോസ് ക്ഷമിക്കണം, ഒരവസരം കൂടി കൊടുക്കണമെന്ന്? അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ട ചില ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു നാണവുമില്ലാതെ ഇവന്മാർ ഏതറ്റവും പോകും. അതിൻ്റെ മുൻപും പിൻപും ഒന്നും അവർ ചിന്തിക്കില്ല. മെമ്മോറാണ്ടമൊക്കെ സമർപ്പിച്ചതിന് ശേഷം തിരികെ വന്നിട്ട് അക്ബർ ഒരടിയടിച്ചു. അതായത് എന്തായാലും അവൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ അനുമോൾക്കിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് പോകുന്നതല്ലായിരുന്നോ നല്ലത് എന്ന്.
ഇവനെയൊക്കെ സൂക്ഷിക്കണം. അപ്പാനിയും ആ കൂട്ടത്തിൽ നന്നായിട്ട് ഉയർത്തി കൊടുക്കുന്നുണ്ട്. ഇവന്റെയൊക്കെ ഉള്ളിൽ ഭയങ്കര വിഷമാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് ആക്രമിച്ചിട്ട് പോകണം എന്നുള്ള ആഹ്വാനമല്ലേ ഇയാൾ ഈ കൊടുക്കുന്നത്? ഇതൊക്കെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മളിത് പറയുന്നൊന്നും ചില ആൾക്കാർക്ക് പിടിക്കുകയല്ല. അന്ധമായിട്ടുള്ള ആരാധന മൂത്ത് വട്ടുപിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് അക്ബർക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ മുകളിലുള്ള സ്ഥാനമാണ്. അവരടങ്ങണമെങ്കിൽ അക്ബർക്ക കപ്പടിച്ചിട്ട് വരണം. അതിനിടയ്ക്ക് അക്ബർക്ക എന്തെല്ലാം നെറികേട് കാണിച്ചാലും അതിനെല്ലാം കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഫാൻസ് ഒക്കെ ഉള്ള സമയത്ത് ഇതല്ല ഇതിനപ്പുറം പറഞ്ഞാലും അവരതിനെ വെളുപ്പിച്ചുകൊണ്ടേയിരിക്കും. അനുമോൾക്കിട്ട് നല്ലൊരു പൊട്ടിരി പൊട്ടിച്ചിട്ട് അവൻ പുറത്തു പോകണമായിരുന്നു എന്ന്. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇതേക്കുറിച്ച്. ഒടുവിൽ അപ്പാനിയുടെ ഒരു അന്ത്യശാസനം വരുന്നുണ്ട് അനുമോൾക്ക് നേരെ. നാടകം അവസാനിക്കാൻ സമയമായി, കർട്ടൻ വീഴാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുമോളുടെ കളി കഴിഞ്ഞു, പുറത്തു പോകാൻ ടൈം ആയിട്ടുണ്ട്. ശരിയാണ്, അനുമോളുടെ കളി തീരാൻ സമയമായിട്ടുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പ്, അല്ല അതിനേക്കാൾ വളരെ മുൻപ് തന്നെ അപ്പാനിയുടെ കർട്ടൻ വീഴും. അപ്പാനി തീർച്ചയായിട്ടും പുറത്തു പോയിരിക്കും. ഇതധികം മുഴുക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്പം ബോധവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അവർക്ക് നീതി എന്താണ്, ന്യായം എന്താണ്, ആരുടെ പക്ഷത്താണ് സത്യമുള്ളത്, ആരൊക്കെയാണ് അവിടുത്തെ കുത്തിത്തിരിപ്പുകാർ, ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തീരുമാനമെടുക്കും. അടുത്തതായി കാണുന്ന മറ്റൊരു കാഴ്ച, എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അടുക്കളയിലേക്ക് പ്ലേറ്റുമായിട്ട് ചെല്ലുകയാണ്. അനുമോളാണ് കുക്ക് ചെയ്തത്, അനുമോൾ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഓരോ പ്ലേറ്റിലേക്കും കൃത്യമായിട്ട് അവർ കോരി വെച്ചു കൊടുക്കുകയാണ്. പക്ഷേ രണ ഫാത്തിമയ്ക്ക് അത്രയും പോരാ, കൂടുതൽ വേണം. അനുമോൾ പറഞ്ഞു, ആ തന്നത് ആദ്യം തിന്നിട്ടു വാ, ഭക്ഷണം കുറച്ചേ ഉള്ളൂ, ഇനിയും ആൾക്കാർ ഭക്ഷണം കഴിക്കാനുണ്ട്, അവർക്കും കൂടി കൊടുക്കുവാനുള്ളതാണ്. തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഈ തന്നത് അങ്ങോട്ട് തിന്ന്, അത് തിന്നതിന് ശേഷം വാ, അന്നേരം ഉണ്ടെങ്കിൽ തരാം. ഇല്ല അനുമോളെ, എനിക്കിത് പറ്റില്ല, എനിക്ക് ഈ ഭക്ഷണം തികയത്തില്ല, അതുകൊണ്ട് എനിക്ക് തന്നേ പറ്റൂ. നീ പോടി അവിടുന്ന്, ഇപ്പൊ സൗകര്യമില്ല തരാൻ. സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ്. ചീവിയുടെ അങ്ങോട്ട് ചിലയ്ക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ടുള്ള ബഹളം. ഉടൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി അപ്പാനിയും അക്ബറും ഓടി അടുക്കുന്നു. വലിയ ബഹളം അവിടെ നടക്കുന്നു. പക്ഷേ അനുമോള് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നില്ല. പോയി പണി നോക്കാൻ പറഞ്ഞു. ഒടുവിൽ ആ പ്ലേറ്റിൽ കോരി വെച്ചതെടുത്ത് തിരിച്ചു പാത്രത്തിൽ തട്ടിയിട്ടിട്ട് പച്ചച്ചോറ് അപ്പുറത്തിരുന്നത് വാരി എടുത്തുകൊണ്ട് പോയിരുന്നു തിന്നുന്നുണ്ട്. സാധാരണ അനുമോടെ മുമ്പിൽ കളിക്കാൻ വന്ന് എല്ലാ സമയത്തും ജയിച്ചു പോകുന്ന ആളാണ് ഈ രണ ഫാത്തിമ. ആദ്യമായിട്ടാണ് അനുമോളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. വല്ലാത്തൊരു നാണം മുഖത്തുണ്ട്. ഒരു കാര്യവും നടക്കില്ല എന്ന് മനസ്സിലായി. ഒടുവിൽ ഒരു മൂലയ്ക്ക് പോയിരുന്നുണ്ട് കുനിഞ്ഞ ശിരസുമായി. പച്ചച്ചോറൊക്കെ വാരി തിന്നുന്ന ആ കാഴ്ച കണ്ടിട്ട് സങ്കടം തോന്നി. തുടർന്ന് അപ്പാനി ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. സ്വഭാവം ഒരു കാശിന് കൊള്ളൂല, പക്ഷെ കണ്ടാൽ നല്ല കുടുംബത്തിൽ പിറന്നതാണെന്നേ പറയുകയുള്ളൂ. തിന്നുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറയുന്ന ഇവളെ ഇനി ഒരു സെക്കൻഡ് ഈ വീട്ടിൽ നിർത്തിയേക്കരുത്. ഇത് പ്രേക്ഷകർക്കുള്ള അന്ത്യശാസനമാകട്ടോ. അതുകൊണ്ട് അനുമോളെ പുറത്ത് കളയുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ അവർക്കെതിരായിട്ടൊന്ന് കുത്തണം എന്ന് ഓർപ്പിക്കുകയാണ്. ഈ തമ്പുരാൻ ഇച്ചിരി സമാധാനമുണ്ടാകണം. അടുത്തതായി എപ്പിസോഡിൽ കാണുന്നത് ഒരു സ്പോൺസർ ടാസ്ക് ആണ്. ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗംഭീര ട്വിസ്റ്റുമായിട്ട് ബിഗ് ബോസ് വരുന്നുണ്ട്. അതായത് പണിപ്പുരയ്ക്കുള്ളിലേക്ക് എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച് പ്രവേശിക്കാം. സാധാരണ 10 സെക്കൻഡ് 15 സെക്കൻഡും ഒക്കെയാണ് കൊടുക്കാറുള്ളത്. എന്നാൽ ഇനിയിപ്പോൾ അങ്ങനെ ടൈമിന്റെ ലിമിറ്റേഷൻ ഒന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുഴുവൻ സാധനങ്ങളും നിങ്ങൾക്ക് എടുക്കാം. അതിന് യാതൊരു പൈസയും ഈടാക്കത്തില്ല. എല്ലാവരും ഞെട്ടിപ്പോയി. അതായത് ബിഗ് ബോസ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു പണി ഒളിഞ്ഞിരിക്കും. ഒരു ലാഭമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പിൻപിൽ ഒരു നഷ്ടമുണ്ടാകും എന്നുള്ള ചിന്തയിലേക്ക് ഇപ്പോൾ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേടിച്ചായിരിക്കുന്നത്. ബിഗ് ബോസ് പണി തരികയാണോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ മനസാക്ഷി ഇല്ലാത്തവനല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം എന്ന് പറയുന്നു. അങ്ങനെ കയറി അവരവർ കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ ഡ്രസ്സും കോസ്മെറ്റിക്സ് ഐറ്റംസും എല്ലാം വാരി അവർ പുറത്തിടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അനുമോള് തന്നെയാണ് കൊണ്ടുവന്നത്. 100 ദിവസം നിൽക്കാനും അതിനപ്പുറത്തും എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 3-4 പ്രാവശ്യം വലിയ കൊട്ടയ്ക്കകത്ത് വാരി നിറച്ചു വെച്ച് തലയിൽ ചുമന്നുകൊണ്ടാണ് ബെഡ്റൂമിലേക്ക് പോകുന്നത്. അത് അനുമോൾക്ക് വേണ്ടി ആദിലയും നൂറയും കൂടി സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ 3 പേര് നന്നായിട്ട് പണിയെടുത്തിട്ടാണ് അനുമോളുടെ സാധനം മുഴുവൻ ബെഡ്റൂമിലെത്തിയത്. അത്രമാത്രം സാധനങ്ങളാണ് അനുമോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും അത് വലിയ ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഒരു നഷ്ടം സംഭവിച്ചപ്പോൾ ഒരു ലാഭം ഉണ്ടായല്ലോ. നെവിൻ എന്ന് പറയുന്ന ഒരാൾ ആ വീട്ടിൽ നിന്നും പുറത്തു പോയപ്പോൾ ഇത്രയും വലിയൊരു ലോട്ടറി അവർക്ക് അടിക്കും എന്നവർ പ്രതീക്ഷിച്ചിരുന്നേയില്ല. എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കുകയാണ്. ഈ ഒരു തീരുമാനം ഇതെന്തിനാണ് ബിഗ് ബോസ് എടുത്തതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ സെലിബ്രിറ്റികൾ ഈ സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ കൂതറ ഷർട്ടും പാൻറ്റും അതുപോലെ പൈജാമയും ഒക്കെ കൊടുത്ത്
10-20 ദിവസം ഇവിടെ ഇങ്ങനെ പിച്ചക്കാരെ പോലെ ഇട്ട് വട്ട് തട്ടിയത് എന്തിനാണ് എന്നുള്ളതാണ് ശരിക്കും പിടികിട്ടാത്തത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ വളരെ ശക്തവും രൂക്ഷവുമായ പ്രതികരണങ്ങൾ ആൾക്കാർ ബിഗ് ബോസിനെതിരെ നടത്തിയിട്ടുണ്ട്. കൊട്ടാരം പോലുള്ളൊരു വീടിനകത്തേക്ക് നോക്കിയാൽ ഒരു വർക്കത്തുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ അതിനകത്ത് കിടന്നുകൊണ്ട് പിച്ചക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഷോ കാണാൻ തന്നെ താല്പര്യമില്ല. എന്തിനാണ് അവരുടെ ഡ്രസ്സ് നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്, അത് അവർക്ക് കൊടുക്കരുതോ എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരം ആൾക്കാർ അലമുറയിട്ടിട്ടുണ്ട്. അവസാനം ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോയ ശാരിക പോലും പറഞ്ഞിട്ടാ പോയത്, മനുഷ്യ നിങ്ങൾ അവരുടെ തുണി മര്യാദയ്ക്ക് കൊടുക്കുക എന്ന്. എന്തായാലും ബിഗ് ബോസ് ആ സമൂഹത്തിന്റെ പ്രതിഷേധത്തെ മാനിച്ച് ഇന്ന് എല്ലാവർക്കും അവരവരുടെ സാധനങ്ങൾ മടക്കി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ എല്ലാവരെയും നല്ല ഡ്രസ്സിൽ സുന്ദരന്മാരായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ സ്വഭാവത്തിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല. നല്ല ഡ്രസ്സ് ധരിച്ച് കച്ചറ പരിപാടി കാണിക്കുന്നതായിരിക്കും ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. തുടർന്ന് കാണുന്ന കാഴ്ച രാത്രി 1 മണി കഴിഞ്ഞപ്പോഴും അനുവിനെ വേട്ടയാടൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അനുവിനെ ചൊറിയുക, പിറകിന് നടന്ന് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എന്തിനാണ് വെറുതെ നെവിനെ പ്രകോപിപ്പിച്ചത് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പ്രകോപനം അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആൾക്കാരും കിടന്നുറങ്ങേണ്ട സമയമായി, ചിലരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്തും അക്ബറിന്റെ നേതൃത്വത്തിൽ അനുവിനെതിരെ പാരടി പാട്ടുകച്ചേരി അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സഹി കെട്ടിട്ട് അവരുടെ മുൻപിലേക്ക് പോയിട്ട് അനു രണ്ടും കൽപ്പിച്ച് പ്രാകുന്നുണ്ട്. നിനക്കൊക്കെ ദൈവം തന്നിരിക്കും, ഞാൻ മനസ്സ് നൊന്താണ് പറയുന്നത്, ദൈവം എന്നൊരാൾ ഉണ്ടെങ്കിൽ ഇതിനുള്ളത് നിനക്ക് തന്നിരിക്കും. നീ ഒരു ശാപമാണ്, നിന്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ഒരു ശാപമാണ്, നീ ആണുങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് മുഴുവനും ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് 2 കൈയും തലയിൽ വെച്ചിട്ട് അനുമോൾ അക്ബറിനെ പ്രാഗി ഒതുക്കുന്ന കാഴ്ച പാതിരാത്രിയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തത് വെളുപ്പാങ്കാലം 2 മണിക്കുള്ള അടുത്ത അടി നടക്കുകയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുവിന്റെ കിറ്റ് ആരോ മോഷ്ടിച്ചു. ആരോ അല്ല മോഷ്ടിച്ചത്, ആര്യനാണ് മോഷ്ടിച്ച് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ കിറ്റ് അനുവിന് കിട്ടാതിരുന്നത് കൊണ്ട് ശൈത്യയുടെ മറ്റോ കിറ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ടാണ് കുളിച്ചത്. അതിനകത്താണ് സോപ്പും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇത് ആര്യൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് കൊടുക്കില്ല. അത് ചോദിച്ചപ്പോൾ ഞാനാണ് എടുത്തതെന്ന് പറയുകയും ചെയ്തു. അനുമോള് പോയി കുലുക്കി വിളിക്കുകയാണ് ആര്യനെ. ആ സമയത്ത് ആര്യൻ നല്ല ഉറക്കത്തിലാണ്. ശബ്ദം കേട്ടുകൊണ്ട് ആര്യൻ മെല്ലെ പുതപ്പ് പൊക്കി നോക്കുമ്പോൾ പുതപ്പിനടിയിൽ മറ്റൊരാൾ കൂടിയുണ്ട്. അത് ജിസേലാണ്. ഒരു പുതപ്പിനുള്ളിൽ 2 ആൾക്കാരുടെ തല. പുറം ലോകത്ത് നിൽക്കുന്ന നമ്മൾക്കായിരിക്കും അതൊരു പുതുമ, ആ വീട്ടിലാർക്കും അത് പുതുമയല്ല. അതുകൊണ്ട് അനുമോൾ അത് കണ്ടിട്ട് ഞെട്ടിയില്ല. ആ വീട്ടുകാരും അത് കണ്ടിട്ട് ഞെട്ടിയിട്ടില്ല. ജിസേലും ആര്യനും ഒരുപോലെ പുതപ്പിനിടയിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ്. അതിനെതിരെ ഒന്നും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും അവരുടെ ഇഷ്ടപ്രകാരം ഒരുമിച്ച് പാർക്കുവാൻ, അതിനപ്പുറത്ത് എന്ത് പരിപാടികൾ ചെയ്യാനാണെങ്കിലും അതിന് നിയമം അവർക്ക് അനുവാദം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും കമന്റ് പറയാൻ പാടില്ല. അങ്ങനെ കമന്റ് പറഞ്ഞാൽ നമ്മൾ 90കളിലെ അമ്മാവനായി മാറും. 2K കിഡ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ ചാട്ടയ്ക്ക് അടിച്ചു കളയും നമ്മളെ. അതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. എന്തായാലും രാത്രി 2 മണിക്ക് അനുമോളുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ക്യാപ്റ്റൻ അപ്പാനി ശരത്ത് എഴുന്നേറ്റ് വരുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്, ഹൈപ്പ് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.